15 ദിവസത്തെ ലീവ് കിട്ടിയത് ഏതായാലും നന്നായല്ലേ മോളെ? അത്യാവശ്യം ബന്ധുക്കളുടെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാൻ പറ്റിയല്ലോ. 15 ദിവസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. ഇപ്പൊ തന്നെ 9 ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോ 6 ദിവസം എന്ന് പറയുന്നത് ഇതാന്ന് പറയുന്ന പോലെ പോവൂലേ? പെട്ടെന്ന് പോവുക ദിവസങ്ങളൊക്കെ. അത് മോള് പറഞ്ഞത് നേരാ. പിന്നെ മോളുടെ ബന്ധുക്കളുടെ ആരുടെയും വീട്ടിൽ ഇനി പോകാനുണ്ടോ നിങ്ങള്? ആ, എന്റെ കുഞ്ഞമ്മാവന്റെ വീട്ടിൽ പോയില്ല. മാമന് കൊല്ലത്താ ജോലി, അതുകൊണ്ട് അവരെ അവിടെ താമസം. മാമന് 2 കുട്ടികളും ഉണ്ട്. കൊല്ലത്താണോ? ആ ആ ആ. അപ്പൊ ഒരു 2 ദിവസത്തെ യാത്ര ഉണ്ടാകും. എന്നാലും വേണമെങ്കിൽ ഒന്ന് പോയിട്ട് പോരെ രണ്ടുപേരും കൂടിയിട്ടേ. വേണ്ടമ്മേ. ഒന്നാമത് കുഞ്ഞമ്മായി ഒരു പ്രത്യേക ടൈപ്പാ. ആർക്കും ഇഷ്ടാവൂല. അതുപോലത്തെ വർത്താനങ്ങളൊക്കെയാ വായിന്ന് വരുക. ആരോടെ വഴക്ക് കൂടണ്ടേന്ന് നോക്കിയിട്ടാ നടക്കുന്നത് എവിടെ പോയാലും. മാമന്റെ ഭാര്യയെ. അതുകൊണ്ടിട്ട് എനിക്ക് അവിടെ പോകാൻ പണ്ട് മുതലേ താല്പര്യം ഇല്ല. പിന്നെ ഈ കല്യാണത്തിനാണെങ്കിൽ തീരെ സമ്മതമല്ലായിരുന്നു. കല്യാണം വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അതെന്ത് പറ്റി? കല്യാണം ഇതൊരു പ്രേമ കല്യാണം ആയതുകൊണ്ടാണോ? ചിലർക്കിങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിക്കാന്ന് കേൾക്കുമ്പോൾ ഭയങ്കര എതിർപ്പായിരിക്കും. പ്രത്യേകിച്ച് അമ്മാവന്മാരും അമ്മായിമാരൊക്കെ ആണെങ്കിൽ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ എതിർപ്പ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടായിരിക്കുമോ? ആ, അതും ഒരു കാരണം തന്നെയാ. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലമ്മേ. എന്തായാലും ശരി മോളെ, നിങ്ങൾ അങ്ങനെ ദേഷ്യവും വിരോധവും ഒന്നും വെക്കണ്ട. എന്തായാലും ഇപ്പൊ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു ദിവസമായാലും അമ്മാവന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി അവരെ ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വിളിച്ച് അങ്ങനെയൊക്കെയല്ലേ. നമുക്ക് ഈ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് അങ്ങനെ ഭയങ്കര ഒരു പാടാ. അതുകൊണ്ട് എല്ലാവരും ഇട്ട് നമുക്ക് സ്നേഹത്തിന് പോകുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഒരു ദിവസം എന്തായാലും പോയിട്ട് പോരെ. മോളുടെ കാര്യം ചെയ്യ്, ചായ കുടിച്ചെങ്കിൽ ക്ലാസ് അവിടെ വെച്ചിട്ട് പൊക്കോ, പോയി അവന്റെ അടുത്ത് ഇരിക്കും. അയ്യോ അമ്മ, എന്തെങ്കിലും കൂടി ഞാൻ സഹായിക്കാം. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നാ മതി. അയ്യോ എന്റെ പൊന്നു മോളെ, നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇനി ആകെ അത്രയും ദിവസം നിനക്ക് ലീവ് ഉള്ളൂ. അറിയാലോ, ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് നിലം തൊടാൻ നേരം ഉണ്ടായേല. അത്രയും ദൂരം ഉണ്ടല്ലോ ഇവിടുന്ന്. പോക്കും വരവും കഷ്ടപ്പാടെല്ലാം അമ്മ പണിയൊക്കെ അമ്മ ചെയ്തോളാം. അമ്മ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ചെല്ലു, പോയി അവന്റെ അടുത്തിരിക്കും. അയ്യോ ഇവിടെ എന്താ പണിയുള്ള മോനെ. ശരിയമ്മേ. കപ്പ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ആ പെങ്കൊച്ചിന് വേണ്ടെന്ന് പറഞ്ഞു. അതിനങ്ങനെ കപ്പ അങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. ശരീരമൊക്കെ അത്യാവശ്യം നോക്കുന്നതാ കൊച്ചാന്ന് തോന്നുന്നു. ഓ. ആ തടി വെക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തിനൊന്നും തിന്നിയേല. ഓ, ഞാനെല്ലാം തിന്നും. തിരിച്ചു കടിക്കാത്ത എല്ലാം ഞാൻ കഴിക്കും. അമ്മയുടെ മോനെയും മരുമോളെയും ഞാൻ കണ്ടായിരുന്നു. അവര് സിനിമ കാണാൻ പോയിട്ട് ടെക്സ്റ്റൈൽസിൽ കേറിയിട്ടേ വരുള്ളൂന്ന് പറഞ്ഞ് അവിടെ നിപ്പുണ്ട് ടൗണിൽ. ആ, അവനേ ബൈക്ക് എടുത്തോണ്ടാ ഇന്ന് പോയത്. ആ, എപ്പോഴും ഈ കാറും കൊണ്ട് പോകണ്ടേന്നും പറഞ്ഞിട്ട്. കാറാണെങ്കിൽ നിനക്കും കൂടി അവരുടെ കൂടി ഇങ്ങോട്ട് പോരായിരുന്നു. ആ. എന്റെ പൊന്നു മോളെ, അപ്പുറത്തെ ഗീതയുടെ ഒരു അസൂയ. എന്റെ അമ്മേ, എന്റെ മരുമോള് ജോലിക്കാരിയാന്ന് അറിഞ്ഞപ്പ തുടങ്ങിയ കുശുമ്പ. ശോ, അവളുടെ മരുമോള് +2 തോറ്റതല്ലേ. ആ, അതിന്റെ കുശുമ്പ. എന്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ ഒരു കുശുമ്പും കുന്നായ്മ? അവളുടെ ആ നോട്ടത്തിൽ തന്നെ ഉണ്ട്. അവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ കുശുമ്പേ. എന്റെ അമ്മ, ഗീതേച്ചിന്റെ മരുമോള് +2 തോറ്റതാ. പക്ഷെ നല്ല കൈ നിറച്ച് കാശ് സമ്പാദിക്കുന്നില്ലേ. ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ടൈലറല്ലേ. അത് മാത്രമാണോ, നല്ല ഒന്നാം തരം ബ്യൂട്ടീഷ്യനും. ആ അശ്വതിയുടെ കല്യാണത്തിന് ഒരുക്കിയിട്ട് എന്റെ ദൈവമേ, എന്ത് രസമായിരുന്നു അശ്വതിനെ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മേക്കപ്പ് ആട്ടോ. പിന്നെ കെട്ടാൻ വന്ന ചെറുക്കന് പെണ്ണിനെ മനസ്സിലായില്ലെന്നാ പറഞ്ഞത്. ഇത് ഞാൻ പെണ്ണ് കാണാൻ വന്ന പെണ്ണ് തന്നെയാണോ എന്ന് ചോദിച്ചെന്നാ പറഞ്ഞത് അമ്മായിയമ്മയൊക്കെ അവിടുത്തെ. അങ്ങനെ പെയിന്റ് അടിച്ച് വെച്ചിട്ട് എന്താ വേണ്ടത്? എനിക്കിഷ്ടമില്ല ഇങ്ങനെ പൊത്തി വെക്കുന്ന ആളെ മനസ്സിലാകാത്ത രീതിയിലുള്ള മേക്കപ്പ്. ഇതിപ്പോ ഗീതേച്ചിക്കല്ല അസൂയ, അമ്മയ്ക്കാ നല്ല മുഴുത്ത അസൂയ. എടി, നീ എന്റെ മോളാണോ അതോ ഗീതയുടെ മോളാണോ? നിന്നെ പ്രസവിച്ചത് ഞാനല്ലേ? അമ്മ, ഒരാളുടെ കഴിവിനെ അംഗീകരിക്കാൻ പഠിക്കാദ്യം. നല്ലത് കണ്ട നല്ലതാന്ന് പറയണം. അതിപ്പോ ശത്രുവിന്റെ ആണേലും. ആ, എത്തിയല്ലോ. അവൻ എന്തി? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ ആക്കിയിട്ട് പോയി. ആ. ആ. മോളെ, വലുത് കഴിച്ചായിരുന്നോ നിങ്ങള്? ഓരോ ഐസ്ക്രീം കഴിച്ചു, വേറൊന്നും കഴിച്ചില്ല. അയ്യോ, ഒരു ഐസ്ക്രീമാണ് അവൻ മേടിച്ചു കൊടുത്തത്. അവൻ എന്നാ ചെയ്യേണ്ടത്? കൊച്ചു നോക്കി വാടി തളർന്നു പോയി. വെയിലല്ലേ ഇപ്പം, വെയിൽ തെളിയാൻ തുടങ്ങിയപ്പോഴേ ആ വെയിലത്തൂടെ നടത്തിച്ചിട്ട് അതിനൊന്നും മേടിച്ചു കൊടുക്കാതെ. മോളെന്നാ പോയിട്ട് മാറ്റിയിട്ട് വാ, ചോറ് കഴിക്കാം. ആ, മാറ്റിട്ട് വരാവേ. അപ്പടി ക്ഷീണം പിടിച്ചാ കൊച്ച്. കല്യാണത്തിന് വന്നതിലും ക്ഷീണമായി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള യാത്രയല്ലേ. ഇതെന്താ അമ്മേ, ഈ വേഷത്തിലൊക്കെയാണോ പുറത്തൊക്കെ പോകുന്നത്? അമ്മ ഒന്നും പറഞ്ഞില്ലേ ഇതൊന്നും കണ്ടിട്ട്? എന്തു പറയാൻ വേണ്ടിട്ട്? ആ പെങ്കൊച്ചിനെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. എനിക്ക് അതിനെ ഇട്ടിട്ട് കുഴപ്പമൊന്നും തോന്നിയൊന്നുമില്ല. ഉം കൊള്ളാം. എന്റെ ചുരിദാർ അല്ലാണ്ട് വേറൊരു വസ്ത്രം ഒഴിച്ച് അമ്മ പുറത്തിറക്കുമായിരുന്നോ? അത് കല്യാണം കഴിഞ്ഞിട്ടും കല്യാണത്തിന് മുമ്പും ഒക്കെ. എന്റെ അമ്മോ, ആ ആക്കിപ്പൊ മരുമോൾ എങ്ങനെ നടന്നാലും ഒരു കുഴപ്പമില്ല. ആ, ജോലിക്കാരിയല്ലേ, ജോലിയുടെ കാശിന്റെ ഒരു പവറേ. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഉം ആ മോളെ,
മോളെ ചോറ് കഴിച്ചോ മോളെ? അവൻ വരാൻ വേണ്ടിട്ട് കാക്കണ്ട. ഇച്ചിരി ചോറ് എടുത്ത് കഴിക്ക്. എടുത്തു തരട്ടെ അമ്മ? അയ്യോ അമ്മ, എനിക്ക് ഒട്ടും വിശപ്പില്ല. ഇപ്പൊ വേണ്ടാത്തോണ്ടാ. ഒരു ഐസ്ക്രീം തിന്നിട്ടാണോ വിശപ്പില്ലെന്ന് പറയുന്നത്? ഒരു ഐസ്ക്രീം തിന്നാൽ എന്താകാൻ വേണ്ടിട്ടാ? പക്ഷെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എന്റെ കുഞ്ഞെ, അങ്ങ് ക്ഷീണം പിടിച്ചു. ഇതിപ്പോ മനുഷ്യന്മാര് കണ്ട എന്ത് പറയൂന്ന് വിചാരിച്ചിട്ടേ എനിക്ക്. ഇപ്പൊ വേണ്ടാത്തോണ്ടമ്മേ. ചേച്ചിക്ക് കൊടുക്ക എന്തെങ്കിലും. അവള് കപ്പ കഴിച്ചെന്നേ. അവള് വയറ് നിറച്ചും കപ്പയും കഴിച്ചിരിക്കുന്ന ഇരിപ്പല്ലേ, അവിടെ നനങ്ങാൻ പോലും മേല. ചേച്ചി എന്തെങ്കിലും ചെറിയൊരു ജോലിക്ക് നോക്കത്തില്ലായിരുന്നോ? നമ്മുടെ കയ്യിലൊരു വരുമാനം ഉള്ളത് നല്ലതല്ലേ? എന്തിനും ഏതിനും ഭർത്താവിന്റെ മുമ്പിൽ ഇങ്ങനെ കൈയൊന്നും നീട്ടണ്ടല്ലോ. ഞാന് പഠിക്കുമ്പോഴേ ഒരു എട്ടരപ്പൊട്ടത്തിയാ. വള്ളീന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു ളാ ഇടാൻ ചിലപ്പോ മറന്നുപോകും. അയ്യോ, ചിന്താന്ന് എഴുതിയ ചന്താന്ന് വായിക്കും. അത്രയും പൊട്ടത്തിയാ. ഒരു 7ാം ക്ലാസ് കഴിഞ്ഞു ഇവള് മര്യാദയ്ക്ക് മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചു വന്നപ്പോ. അതങ്ങനെ ഒരു കടയിൽ വിടാൻ പറ്റും. ഒരു കടയിൽ വിട്ടിട്ട് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ബാക്കി പൈസ കറക്റ്റ് ആയിട്ട് മേടിച്ചോട്ട് വരാൻ അറിയത്തില്ല. അത് ഹൈസ്കൂളിൽ എത്തിയിട്ട് അറിയാൻ മേലായിരുന്നു. ഇപ്പോഴും അറിയാം, ദൈവത്തിനറിയാം. അവളെ ആ ജോലിക്ക് പോകുന്നത്. അയ്യോ എന്റെ ചേച്ചി. ഉം. ഒരു കാര്യം ചെയ്യ്, മോളുടെ ആ കല്ലുള്ള ചുരിദാറൊക്കെ ഇല്ലേ, ആ ചുരിദാർ ഷോളും അതൊന്ന് മെഷീനകത്തിടണ്ട്. ഇവളുടെ കയ്യിലോട്ട് കൊടുക്ക്. ഇവളത് അലക്കി വൃത്തിയാക്കി തരും. അയ്യോ വേണ്ടമ്മേ, അതൊക്കെ ഞാൻ കഴുകിക്കോളാം. എന്തിന്? എന്റെ ദൈവമേ, ഈ വെയിലത്തോട്ട് ഇനിയിപ്പോ ഇറങ്ങായിട്ടാ? ഒന്നും വേണ്ട. ഓഫീസിലോട്ടൊക്കെ ചെല്ലുമ്പോ അവിടെയുള്ളവരൊക്കെ ചോദിക്കും, വെയിലത്തായിരുന്നു എന്നടുക്കുമായിരുന്നു വെയിലും കൊണ്ടിട്ടെന്ന്. അങ്ങോട്ട് കൊടുക്ക്, അവള് വൃത്തിയാക്കിക്കോളും. അവക്ക് പിന്നെ അതൊക്കെയല്ലേ പണി. എന്നാ ശരി. അമ്മ എന്നോട് ചോദിച്ചിട്ടാണ് ഞാൻ അലക്കിക്കോളെന്ന് പറഞ്ഞത്. അമ്മ അയാള് കൊള്ളാലോ. അമ്മ തന്നെയാണോ എന്നെ പ്രസവിച്ചതെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഓ എന്റെ ദൈവമേ, മരുമോക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ മേലെ ഇങ്ങോട്ട് വരൂല, നോക്കിക്കും. ദേ ആ കൊച്ചിന് ഇച്ചിരി വട്ടയപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ പണിയെടുക്കുക. നീ അതൊന്ന് ചെന്ന് അലക്കി കൊടുക്കാൻ നോക്കിക്ക്. ഓരോരോ ചോദ്യങ്ങള്. ഓ ഞാനേ ആ സുധയുടെ പറമ്പിൽ ആ പ്ലാവേലോട്ട് കയറി കിടക്കുന്ന വള്ളിയില്ലേ, ആടിന് കൊടുക്കാന്ന് പറഞ്ഞ് അത് പറിക്കാൻ വേണ്ടിട്ട് പോയതാ. ഓ എന്തോ കടിച്ചെന്നേ, ചൊറിഞ്ഞിട്ട് മേല എന്തിന്റെയോ അലർജി എന്തോ ആയതാ. ഓ നിന്റെ മോളെ അവിടെ നിന്ന് തുണി കഴുകുന്നുണ്ടായിരുന്നല്ലോ, പോയോ പെണ്ണ്? അവള് പോയി. പിള്ളേര് വൈകുന്നേരം സ്കൂളും വിട്ട് വരുമ്പോഴത്തേക്കും വീട്ടിൽ തിരിച്ചെത്തണ്ടേ, അതുകൊണ്ട് പോയി. ആ ഞാൻ നിന്റെ മരുമോളെ ഒന്ന് പരിചയപ്പെടാൻ ഓർത്ത് വന്നതാ. ഇത്ര തൊട്ടടുത്ത് കിടക്കുന്നവരല്ലേ, അപ്പൊ ഒന്ന് വന്ന് കാണാന്ന് ഓർത്തതാ. ആ അവരെ മോളുടെ കൂട്ടുകാരുടെ വീട്ടില് വിരുന്നിന് വിളിച്ചിട്ടുണ്ട്. അന്നേരം അങ്ങോട്ട് പോയേക്കുവാ. ഇനിയിപ്പോ വരുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല. എന്നെ കൂടെ വിളിച്ചതാ, ഞാൻ പോയുമില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങ് പോയേക്കുവാ. ഇനി ഒരു കാര്യം ചെയ്യാം, നാളെ എങ്ങാനും വരാം എന്നാ. ഇനി എനിക്ക് പോയിട്ടേ 2-3 വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാനുണ്ട് ആടിന് കൊടുക്കാൻ. നാളെ അവര് പെട്ടെന്ന് തീരുമാനിച്ചത് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ അത്രയല്ലേ ദിവസമുള്ളൂ ഓഫീസിൽ പോകണ്ടേ പെണ്ണിന്. അപ്പൊ ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിട്ട് വരാന്നും പറയാൻ നാളെ പോവായിരിക്കും, രാവിലെ തന്നെ പോവായിരിക്കും. ഒരു ശകല സമയമില്ല വീട്ടിലിരിക്കാനൊന്നും. ഈ പോക്കല്ലേ, അത്രയല്ലേ ലീവ് ഉള്ളെന്ന്. ഇപ്പൊ തന്നെ ഓഫീസിൽ നിന്ന് ഏത് നേരം കോളാ. എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. അവളില്ലാതെ അവിടെ ഒരു കാര്യവും നടക്കുന്നില്ലെന്നാ തോന്നുന്നതേ. അവളാന്ന് തോന്നുന്നു അവിടുത്തെ എല്ലാം. മിടിക്കുക. നല്ല മിടിക്കുക, നല്ല ബുദ്ധിയൊക്കെയാണേ. ആ സംസാര രീതിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പൊ പിന്നെ ആ കൊച്ചിന് ഇനിയിപ്പോ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയ പോകണ്ടേ, വെളുക്കുമ്പം പോണം, ഒരു നേരം ആകും തിരിച്ചെത്തുമ്പോ. പിന്നെ ഒരു വീട് ടൗണിലോട്ട് എടുക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എടുക്കുവാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് മാറുമായിരിക്കും. ഈ നാടൊക്കെ വിട്ടു പോകാനൊരു മടിയാ. പിന്നെ ഈ പട്ടിക്കാട്ടി കിടക്കാൻ പറ്റുമോ, ആ കൊച്ചായത് കൊണ്ടിട്ടാ. അതുകൊണ്ടിട്ട് ഇപ്പം അങ്ങോട്ട് ഞങ്ങൾ ഉടനെ മാറുമായിരിക്കും. വീടൊക്കെ പൂട്ടിയിട്ടിട്ട് പോണം, അതിന്റെ ഒരു വിഷമമുണ്ട്. എന്തായാലും പിന്നെ പിള്ളേരുടെ സൗകര്യം നോക്കി പോകാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നീ പോവല്ലേ മക്കളുടെ കൂടെ? മക്കളുടെ കൂടെ പോയി ടൗണിലൊക്കെ പോയിട്ട് സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്ക്. എന്തായാലും ഒരു അയൽവക്കം പോയി. ഇനിയിപ്പോ കേറി വരാൻ ഒരു വീട് കുറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തായാലും പോയാലും ഇടയ്ക്കൊക്കെ ഒന്ന് വരണം കേട്ടോടി. നിനക്കിനി പോയി ടൗണിലൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ നാടൊക്കെ നിനക്ക് പറ്റുമോ? എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് വാ, നിന്നെയൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണ്ടേ. എന്തായാലും കാര്യം ചെയ്യും, മകനോടും മരുമോളോടും പറ, സമയം കിട്ടുമ്പോ ഒന്ന് അങ്ങോട്ടൊന്ന് വരാൻ പറ. എടി വരുന്നതിന് മുമ്പ് നീ ഒന്ന് വിളിച്ചു പറയണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാം ഇച്ചിരി. എന്തേലും കൊടുക്കണ്ടേ വരുമ്പോ. പിന്നെ എന്നാ അങ്ങോട്ട് വരാൻ പറ കേട്ടോ, ഞാൻ എന്നാ പോയേക്കുവാ. മറക്കല്ലേ കേട്ടോ, വരാൻ എന്തായാലും പറയണം, ഞാൻ നോക്കിയിരിക്കും. ആ ആ പിന്നെ ഇപ്പൊ തന്നെ വിടാം. ആ മുറ്റത്തോട്ട് കേറാം, പരിസരത്ത് എത്തുമ്പോ തന്നെ ആട്ടുകാട്ടത്തിന്റെ മണവാ. ഒന്ന് വൃത്തിയാക്കി ഇടുവോ ഒന്നുമില്ല. അയ്യോ എന്റെ ദൈവമേ, ഇത്ര ഈ ആട്ടുകുഞ്ഞുങ്ങളെ വളർത്തുന്നതാ. എന്നാ നമുക്കൊന്ന് വൃത്തിയാക്കി ഇടണ്ടേ. അവളുടെ ആട്ടുകാട്ടം തീറ്റിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ വിടാം എന്റെ കൊച്ചിനെ. വലിയ അക്ഷരങ്ങൾ മാത്രം കാണാം, അതും മര്യാദക്ക് തിരിയാണ്ടായി. അയ്യോ. ആ മോളെ നാളെ മുതൽ പോണ്ടേ ഓഫീസില്? പിന്നെ
7:30 രാവിലത്തെ ബസ്. 2 ബസ് മാറി കയറണ്ടോണ്ടേ ആ ബസ്സിന് തന്നെ പോണം. അതൊന്നും കുഴപ്പമില്ല. മോള് കിടന്നോ, അമ്മ രാവിലെ ആയിട്ട് ചോറും കറികളും ഒക്കെ ആക്കി തരാം. എനിക്ക് മേലെ രാവിലെ ഏക്കാനൊന്നും എന്നാലും സാരമില്ല. മോളിപ്പോ ഉടനെ ഒന്നും രാവിലെ ഏറ്റവും ഒന്നും കഷ്ടപ്പെടണ്ട കേട്ടോ. യാത്ര ഒരു വലിയ പ്രശ്നമേ. ഞാൻ തിരിച്ചെത്തുമ്പോഴായാലും ഒരുപാട് ലേറ്റ് ആവും. എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ചേട്ടൻ വൈകുന്നേരം പറയാന്നാ പറഞ്ഞത്. പിന്നെ എന്റെ ആങ്ങളെ ടൗണിൽ ഒരു വീട് എടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. അഡ്വാൻസ് അവര് കൊടുത്തു വീട്ടിൽ നിന്ന്. പിന്നെ കുറച്ച് പൈസ കൊടുക്കണം. പിന്നെ ബാക്കി തികയാത്തതിന് സ്വർണം വിൽക്കാന്ന് വിചാരിക്കുക. എന്തായാലും വീടില്ലാണ്ട് പറ്റൂലമ്മേ. ഇവിടെ നിന്നുള്ള യാത്രയും ജോലിക്ക് പോക്കും ഒന്നും നടക്കൂല. ദൈവമേ, വീടൊക്കെ എടുത്തോ? ഈ മോള് വന്നേ പിന്നെ എല്ലാം ഒരു സർപ്രൈസ് ആണേ. ടൂറും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 5000 രൂപയുടെ സാരി. ഞാൻ ഇന്നേ വരെ ജീവിതത്തിൽ 5000 രൂപയുടെ സാരി കൊടുത്തിട്ടില്ല. എന്റെ ദൈവമേ, ഞാനത് കുടുംബശ്രീയില് ഇന്നലെ പോയിട്ട് പെണ്ണുങ്ങളെല്ലാം കണ്ടിട്ട് എന്റെ ദൈവമേ, അത് തിരിച്ചും മറിച്ചും നോട്ടവും വെച്ച് നോക്കുന്നു. എല്ലാത്തിനും അസൂയാണേ. നല്ല, അയ്യോ, എനിക്കതൊക്കെ സർപ്രൈസ് ആയിപ്പോയി എന്റെ കുഞ്ഞെ. കല്യാണത്തിന് പോലും ഞാൻ അത്രയും വിലയുടെ സാരി മേടിച്ചില്ല, നിങ്ങളുടെ കല്യാണത്തിനെ. അപ്പൊ എനിക്ക് ഭയങ്കര ഇത് അതിനെ കഴിഞ്ഞ് വലിയ സർപ്രൈസ് ആയി പോയില്ലേ. അപ്പൊ ഉടനെ തന്നെ അങ്ങനെയാണെങ്കിൽ മാറേണ്ടി വരുമല്ലേ. വീട് നമ്മളിപ്പം അടച്ചിട്ടിട്ട് പോകാം. വാടകയ്ക്കൊന്നും കൊടുക്കൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ആ ഒരു രമേശനുണ്ട്, ഒരു ചെറുക്കനാ. അപ്പൊ അവനെ ഈ വീടൊക്കെ അടിച്ചു വാരി തുടച്ചിട്ടുള്ളൂ. ആഴ്ചയിൽ ഒന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ട, 2 ആഴ്ചയിൽ ഒന്നൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ട് അവനോട് പറഞ്ഞാൽ മതി. അവൻ വന്ന് വൃത്തിയാക്കിക്കോളൂ. അയ്യോ അമ്മ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ എന്റെ മോളെ, അല്ലെങ്കിൽ വീട് നശിച്ചു പോയല്ലേ. ഇപ്പൊ ചെറിയ വീടാണെങ്കിലും ആയ കാലത്ത് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അപ്പൊ അതങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റിയല്ലോ. അത് അമ്മയ്ക്കൊരു വിഷമോ. അതുകൊണ്ടിട്ട് അവന് ഒന്ന് ചെറിയ പൈസ എന്തെങ്കിലും കൊടുത്താൽ മതിയെന്നേ. ഒരു പാവം പിടിച്ചൊരു ചെറുക്കനാ. അതല്ലമ്മേ, ഈ വീടൊക്കെ അടച്ചു പൂട്ടിട്ട് അമ്മ ഇപ്പൊ വരണ്ട. അത് മാത്രല്ല, ഇവിടെ അത്യാവശ്യം കുറച്ച് സ്ഥലമൊക്കെ ഇല്ലേ. ഇപ്പം കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് എന്റെ അമ്മ വന്ന് നിൽക്കും. ഒരു 3-4 മാസത്തേക്ക് നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ടിട്ട് അമ്മ വരണ്ട കാര്യമൊന്നും ചിന്തിക്കണ്ട. അല്ല മോളെ, അവൻ അങ്ങനെ മാറി വീട്ടിൽ നിന്ന് അങ്ങനെ നിന്നിട്ടൊന്നും ഇല്ലേ. ആ പിന്നെ പഠിക്കാൻ പോകുമ്പോ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെ വീടെടുത്തിട്ടൊക്കെ ഇപ്പൊ മാറുമ്പോളേ ഞാനും ഇല്ലാണ്ട് പിന്നെ. എത്ര മക്കളുണ്ടമ്മേ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നത്? അവരുടെ പാരന്റ്സ് ഒക്കെ വീട്ടിൽ തന്നെയല്ലേ. അമ്മയ്ക്കിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ആരോഗ്യ പ്രശ്നങ്ങളെ. അതുകൊണ്ടിട്ട് ഞങ്ങളിപ്പോ വിദേശത്തൊന്നും അല്ലല്ലോ, ഇതേ ജില്ലയിൽ തന്നെ ഉണ്ട്. കുറച്ച് ദൂരെയാന്നല്ലേ ഉള്ളൂ. ഞങ്ങള് പറ്റുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരാം. ഏ അത് മതിയല്ലോ. അപ്പൊ ചേട്ടൻ വൈകുന്നേരം പറയും. ഞാൻ ഇവിടെ ഇങ്ങനെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പെട്ടെന്ന് എടുത്തൊരു തീരുമാനം ആയതുകൊണ്ടേ നല്ലൊരു വീട് ഒത്തു വന്നപ്പം. അമ്പടി, നീ ഒരു ഭയങ്കരി തന്നെ. പാവമാന്നൊക്കെ ഞാൻ വെറുതെ വിചാരിച്ചതാ. ശ്ശോ, മരുമോള് ജോലിക്കാരിയാന്നും പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ വലിയ ആളായി നടന്നതാ. ഇനിയിപ്പൊ എന്തോ ചെയ്യും.